നമസ്കാരം ഡാകൃഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ മെയിനായിട്ട് ഒരു പഴയ വീട്, അതിൻ്റെ മുന്നിലായിട്ടൊരു പഴയ മരം, ഒരു ഉണങ്ങിപ്പോയൊരു മരം, പിന്നെ കുറച്ച് അല്ലാത്ത ഫ്രഷ് മരങ്ങൾ വെച്ചിട്ട് ഒരു സറൗണ്ടിങ്സ്, അതുപോലെ ഒരു മുന്നിലായിട്ടൊരു ചെറിയ പുഴയിൽ ചെറിയൊരു ഒരു തട്ട്, ഒരു ചൂണ്ടലിടാനൊക്കെ ഒരു സംഭവം, പിന്നെ കുറച്ച് ഒന്ന് രണ്ട് ചെറിയൊരു തോണി, ഒരു പാലത്തിന് കുറച്ച് കയറ് കെട്ടിയിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ്, പിന്നെ ഈ ഒരു താമര, ഇങ്ങനെ കുറച്ച് ഐറ്റംസ്, കുറച്ച് പാറകളൊക്കെ ഇട്ട്, പിന്നെ കുറച്ച് ചെടികളൊക്കെ, പിന്നെ പുറമേ ആയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് മലകളാണ്. ചുറ്റുപാട് സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മലകളൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ആരും കാണാതെ ഒളിഞ്ഞു നിൽക്കുന്നൊരു വീട്. അപ്പോൾ അതിൽ ചെറിയൊരു റാന്തല്, പിന്നെ അതിൻ്റെ ലൈറ്റ്, ഒരു സെറ്റപ്പ് വൈകുന്നേരത്തേക്കുള്ള, പിന്നെ അതിൻ്റെ കുറച്ച് ബെഞ്ച്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫയലിൽ ന്യൂ ലെവൽ, അപ്പോൾ നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് ആയി ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ബേസിക് ലെവൽ വെറുതെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ലെവൽ ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തേക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ. അപ്പോൾ ജസ്റ്റ് കമാൻഡ് എസ്, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ എസ് ആയിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഫോൾഡറിൻ്റെ അകത്തേക്ക് തന്നെ, അതായത് ന്യൂ പ്രൊജക്റ്റിൻ്റെ അകത്ത് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് യൂട്യൂബിന് വേണ്ടിയുള്ള ട്യൂട്ടോറിയലായതുകൊണ്ട് യൂട്യൂബിലുള്ള പേരിട്ട് ജസ്റ്റ് സേവ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഞാൻ ആ വീട് ക്രിയേറ്റ് ചെയ്യണല്ലേ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പുറമെ ഏതെങ്കിലും മായലോ സിനിമ ഫോട്ടോയിലോ ബ്ലെൻഡറിലൊക്കെ ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനേക്കാളും എളുപ്പം ഇവിടെ ചെന്ന് ചെയ്യാനാണെങ്കിൽ ഇവിടെ തന്നെ വെച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലസ് ബട്ടണിൽ നിന്ന് ക്യൂബിനെ ഞാൻ ആഡ് ചെയ്യണേ. അപ്പോൾ ബേസിക്കലി വീടൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇത് ഫോളോ ചെയ്യാം. ക്യൂബിന് ഞാൻ ഒന്ന് നിലത്തേക്ക് ഇങ്ങനെ മുട്ടിച്ചിട്ട് ആദ്യം തന്നെ ഒരു തറ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീടിനൊരു തറ വേണം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു അളവൊക്കെ ഉണ്ടെങ്കിൽ അളവ് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ആറടിക്കുക, ഒന്ന് മുന്നോട്ടേക്ക് അതുപോലെ ഒന്ന് ഉള്ളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിൽ ഒരു തറ കിട്ടും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വീട് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇത്തിരി കട്ടി വേണമെങ്കിൽ കുറയ്ക്കാം, നമുക്കൊരാവശ്യത്തിന് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലേ? ജസ്റ്റ് നിലത്തേക്ക് അമർത്തി വെക്കുക, കറക്റ്റായിട്ട് നിലത്ത് നിൽക്കുന്ന പോലെ സെറ്റാക്കിയ ശേഷം ഇതാണിപ്പോൾ വീടിൻ്റെ തറ. അപ്പോൾ നമ്മുടെ വീട് ഒരു പ്രത്യേക ടൈപ്പ് ഓൾഡ് വീടായതുകൊണ്ട് മുന്നോട്ടേക്ക് കുറച്ച് നീളം കൂടുതലാണല്ലേ. ഇവിടെ വരെ വീടും ഇവിടെ ഇങ്ങോട്ടേക്ക് മുന്നിൽ കൊലായി പോലെ, നമ്മൾ കൊലായി എന്നൊക്കെ പറയുമല്ലോ, ഫ്രണ്ടേജ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഇനി എന്ത് ചെയ്യുക, 4 ചുമരുകൾ വേണം അല്ലേ? 4 ചുമരുകൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്നുമില്ല, നേരത്തെ ചെയ്തതേപോലെ തന്നെ ക്യൂബ് എടുക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ ബട്ടൺ വിൻഡോസിലാകുമ്പോൾ ആൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അതിന് മേലോട്ടേക്ക്. അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ല. ഇനി ഇതിനൊന്ന് സൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അല്ലേ? അപ്പോൾ എന്ത് ഈ എഡ്ജിൽ നമുക്ക് ഫിക്സ് ചെയ്തതിനെ ആൾട്ട് ബട്ടൺ മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് മിഡിൽ ബൗൺസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിവോട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ആവും കണ്ടോ? ഇനി ഈ പിവോട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അവിടെ പിവോട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ആസ് പിവോട്ട് ഓഫ്സെറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഷോർട്ട് കട്ട് D ആണ് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം കേട്ടോ. വെറുതെ സെറ്റിംഗ്സിൽ പോയി ഷോർട്ട് കട്ട് മാറ്റി കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഒരു ഭാഗം അവിടെ ഫിക്സ് ആണ്, ആ ഭാഗം അനങ്ങില്ല, ബാക്കി ഭാഗങ്ങൾ മാത്രമേ അനങ്ങുള്ളൂ. അപ്പോൾ ഇത് മോൾ ഭാഗത്താണല്ലേ ഫിക്സ് ആയേക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് ഇവിടേക്ക് ഫിക്സ് ചെയ്തിട്ട് മേലോട്ടേക്ക് വലിച്ചിട്ട് ഹൈറ്റ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഇതുപോലെ തന്നെ ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക, എവിടെയാണോ അവിടെ മിഡിൽ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം D, ഞാൻ ഷോർട്ട് കട്ട് D ആണ് ചെയ്തേക്കുന്നത്, നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു വാള് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് വാൾ ഇത്രയും വലിപ്പം വേണ്ട, ഈ ബാക്കിലോട്ടാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ജസ്റ്റ് അവിടേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് ഇങ്ങ് വലിക്കുക. ഓൾമോസ്റ്റ് ഇത്രയും മതി അല്ലേ? ബാക്കി കൊലായി എന്നുള്ള ഒരു സങ്കല്പമാണ്. ഓക്കെ, ഇനി ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഓപ്ഷന് ആൾട്ട് പ്രസ് ചെയ്യുക, വലിക്കുക, ഇങ്ങോട്ടേക്ക് വെക്കുക. ഇനി ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇനി ബാക്ക് ഭാഗം വേണം അല്ലേ? അതിന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് ഈ ഒരു 90 ഡിഗ്രി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഓക്കെ അല്ലേ? ഈ ബേസിക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇതേ മോഡൽ അങ്ങ് ചെയ്താൽ മതി. ഒരു വീട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഫാസ്റ്റ് അടിച്ച് പോവാണ്. അപ്പോൾ നമുക്കൊരു ഭാഗം സെറ്റായി നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിനെ മാറ്റാൻ പോകണ്ട, ജസ്റ്റ് ഇവിടേക്ക് കൊണ്ടുവച്ചിട്ട് അങ്ങോട്ടേക്ക് മുട്ടിച്ചാൽ മതി, അതല്ലേ എളുപ്പം. 2 ഭാഗത്തേക്ക് നമുക്ക് വലിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ബുദ്ധിമുട്ടാണ് അല്ലേ? ഞാൻ ഒരുപാട് സെർച്ച് ചെയ്താൽ ഷോട്ടെ ഈ റിസൾട്ട് എനിക്ക് കിട്ടിയത്. ഇതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ എപ്പോഴും കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വലിച്ചിങ്ങനെ മുട്ടിച്ച് കഷ്ടപ്പെട്ടാണ് വീടൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനൊരു വാതിലിൻ്റെ ഒരു ഗ്യാപ്പ് ഇവിടെ ഇടണമെങ്കിൽ, അല്ലെങ്കിൽ ജനലിൻ്റെ ഒരു ഗ്യാപ്പ് ഇടണമെങ്കിൽ ബൂളിയൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു. ഓക്കെ, ഈ വാതിലിൻ്റെ ഒരു വലിപ്പം നമ്മളിവിടെ സെറ്റാക്കുകയാണ്. ഓക്കെ, ഈ ഒരു വലിപ്പം മതി എന്ന് കരുതുക അല്ലേ? വാതിലിന് സെൻട്രലായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു
പ്രൊജക്റ്റ് വാള് സെറ്റാക്കുന്നത്. അപ്പം ഞാൻ മറ്റേ ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാവില്ല, കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ചെയ്താണ്, ഒരുപാട് ദിവസങ്ങൾ എടുത്ത് ചെയ്താണ്. ഇത് പെട്ടെന്ന് തന്നെ ചടപടയും ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ മാറ്റമുണ്ട്. ഇത് ഇങ്ങനെ പുറത്തേക്കും ഉള്ളിലേക്കും തള്ളി നിൽക്കുന്ന രീതിയിൽ സെറ്റാക്കി വെക്കുക. അതിൻ്റെ മോൾ ഭാഗം കുറച്ച് വേണമെങ്കിൽ ഒഴിച്ചിടാം കേട്ടോ, അത്രയും മുകളിൽ വരെ വാതിൽ ഉണ്ടാവില്ലല്ലോ. നമുക്കെങ്ങനെയാണോ കംഫർട്ട് അതേ മോഡലിൽ ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യുക, നേരെ ഇവിടെ സെലക്ഷൻ മോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോഡലിംഗ് എന്ന് പറഞ്ഞൊരു മോഡ് കാണാൻ പറ്റും. മോഡലിംഗ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ബൂളിയൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എവിടെയാണ് മോഡലിംഗ് കേട്ടോ. മോഡലിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് ബൂളിയൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഏത് ഒബ്ജക്റ്റിനാണോ തുളയിടേണ്ടത്, മീൻസ് ചുമരിൽ അല്ലേ, ചുമരിനെ സെലക്ട് ചെയ്യുക. രണ്ടാമത് ഏത് വെച്ചാണ് തുളയിടേണ്ടത്, ഈ വാതിലിൻ്റെ ഈ ഒരു ഓപ്ഷൻ വെച്ചാൽ അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്ങനെയാണ്, ആദ്യം ഇതിനെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഇതിന് ഈ ചെറിയ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഹിഡറായി കിടന്ന ബൂളിയന് അപ്പായി അല്ലേ. ബൂളിയൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഓട്ട കിട്ടും. കറക്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു തുള കിട്ടിയില്ലേ, വാതിലിനുള്ളൊരു ഗ്യാപ്പ് കിട്ടി. വാതിലിന് ഇത്രയും വീതി വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ബൂളിയനെ ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിങ്ങനെ മൂവ് ചെയ്ത് വെക്കാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. അതേപോലെ നമുക്ക് ഈ സൈഡ് എഡ്ജ് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചെറുതാക്കാനും പറ്റും. കണ്ടോ, ഏത് രീതിയിലാണ് ചെറുതാക്കേണ്ടത് വെച്ചാൽ നമുക്ക് റെഡ് മാത്രമാണ് ഇങ്ങനെയല്ലേ ചെറുതാക്കേണ്ടത്, ഈ ഒരു രീതിയിൽ ചെറുതായി. കണ്ടോ, ഇതാണ് ആ ഒരു ഐഡിയ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ അവിടെ നിന്ന് ജനൽ. ഇനി ഇതേ മോഡൽ ജനൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെലക്ഷൻ മോഡിലേക്ക് പോയിട്ട് അതിന് മുന്നേ ആക്സെപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ താഴെ കാണാം. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കട്ടായി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു തുള ഇവിടെ ഇടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നേരത്തെ ചെയ്തതേ മോഡലിൽ തന്നെ ഇവിടെ ക്രിയേറ്റിൽ വരിക, ഒരു ബോക്സ് എടുക്കുക. ബോക്സ് നമുക്ക് എവിടെയാണ്, ഇവിടെ ഒരു ജനലിൻ്റെ ഷേപ്പിലാണ് വരേണ്ടത് അല്ലേ. ബോക്സിനെ ഒന്ന് ഇതിലേക്ക് തള്ളി വെക്കുക. നമുക്ക് ഇത്തിരി വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടാനൊക്കെ ഉള്ള ഓപ്ഷൻ കിട്ടും. അവിടെ വിഡ്ത്ത് പോലെ ഡെപ്ത്ത് ഹൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കും മേലോട്ടേക്കാണല്ലേ വരേണ്ടത്. നമ്മൾ വെച്ച ഏരിയ മാറിപ്പോയതേക്ക് എന്താ, നമുക്ക് വേണ്ട ഏരിയയിലേക്ക് സെലക്ട് ആക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഇനി ആക്സെപ്റ്റ് കൊടുക്കണം കേട്ടോ. ആക്സെപ്റ്റ് കൊടുക്കുക, എന്നിട്ട് പുറമെയുള്ള ഇവനെ ക്ലിക്ക് ചെയ്യുക, ഉള്ളിലുള്ള ഇവനെ ക്ലിക്ക് ചെയ്യുക, ബൂളിയൻ കൊടുക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം കഴിഞ്ഞ് ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മോഡലിംഗ് പോയി പോട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു നേരത്തെ ചെയ്ത അതേ മോഡലിൽ ഒരു വീടിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി ജനലോ വാതിലോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേ മോഡലിൽ തന്നെ ഇവിടെ ക്രിയേറ്റിൽ വന്നിട്ട് ഒരു ബോക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ആദ്യം സെലക്ട് ആക്കി വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. മൊത്തത്തിൽ എല്ലാവരും സെലക്ട് ചെയ്ത് വെച്ച ശേഷം ബൂളിയൻ ചെയ്താലും മതി കേട്ടോ. പിന്നെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടേക്ക് വെക്കുന്നു, ആക്സെപ്റ്റ് കൊടുക്കുന്നു. സിമ്പിൾ അല്ലേ? മോഡലിംഗിൽ വരുന്നു, ആദ്യം ചുമര് സെലക്ട് ചെയ്യുന്നു, രണ്ടാമത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ബൂളിയൻ ചെയ്യേണ്ട ആളെ സെലക്ട് ചെയ്യുന്നു, ബൂളിയൻ കൊടുക്കുന്നു, വീണ്ടും ആക്സെപ്റ്റ് കൊടുക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ ബാക്കിലൊരു ജനൽ, വാതിൽ, ഇങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെ ആയിട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു മേൽക്കൂര വേണം അല്ലേ. അപ്പോൾ നമുക്ക് മോഡലിംഗ് തന്നെ വേണമെങ്കിൽ മോഡലിംഗിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ക്രിയേറ്റ് ഒരു ഇതേപോലെ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ ചുമര ഇതിൻ്റെ മുകളിലായിട്ടല്ലേ വേണ്ട, ഇവിടെ വെച്ച ശേഷം ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ അവിടെ പോയി ചെയ്ത പോലെ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഇതിനൊരു മേൽക്കൂര സെറ്റ് ആക്കട്ടെ, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വർക്ക് നീങ്ങും. ഡെപ്ത്ത് ആയിട്ട് ഇത്തിരി കുറയ്ക്കുക, എന്നിട്ട് ഒന്ന് റൊട്ടേഷൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ അത് അറേഞ്ച് ചെയ്യേണ്ട ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ആക്സെപ്റ്റ് കൊടുക്കുക. ഇനിയും വേണമെങ്കിൽ ഇതിനെ റൊട്ടേഷനൊക്കെ ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മൾ മോഡലിംഗ് എങ്ങനെയാണ് ചെയ്യുന്ന അതേ മോഡലിൽ തന്നെ. ഇവിടുന്ന് താഴേക്കല്ലേ വേണ്ടേ, നമുക്ക് ആ രീതിയിലൊന്ന് ഓക്കെ അല്ലേ. അപ്പോൾ ആ വീടിൻ്റെ ഒരു ലുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ മേൽക്കൂര, ഉത്തരം, കവിക്കോൽ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ മോഡൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടവർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ലേ. ജസ്റ്റ് ഇതേപോലെ ഒരു വടി ക്രിയേറ്റ് ചെയ്യുക, ഒരു ഉത്തരം, അതേപോലെ ഒരു ഉത്തരം, കൈക്കോൽ എന്നൊക്കെ പറയാം നമ്മൾ മലയാളത്തിലല്ലേ. ഇതിനിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അടിയിലായിട്ട് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് കോപ്പി എടുക്കുക, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഈ ഗ്ലോബിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടൈപ്പിൽ പിവോട്ട് കിട്ടും. ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. ഒന്ന് ഇവിടെ വെക്കുക, ഒന്ന് താഴെ വെക്കുക, ഒന്ന് അതിൻ്റെ അടിയിൽ വെക്കുക. ഓക്കെ അല്ലേ? ഇതേ മെത്തേഡ് തന്നെ ഈ റൈറ്റിലേക്കും ചെയ്യാം.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഈ ബോക്സ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ കാണാൻ പറ്റും ബോക്സ് 2 ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് 2 ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് 1 ആണെന്ന് തോന്നില്ലേ ഇത്. അവനൊന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സമനിലാണെങ്കിൽ കോപ്പി എടുക്കാനൊക്കെ സുഖമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 മോഡലിംഗ് എന്നുള്ളൊരു മോഡൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞില്ല. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെറ്റീരിയൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ മൊത്തമായിട്ട് ഒറ്റ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോ ഓടുകൾ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഇതിലിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഞാനിത് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്ത ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ മീൻസ് ഈ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഈ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. നേരെ ഗൂഗിളിൽ പോയിട്ട് ഓൾഡ് റൂഫ് എന്ന് അടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് റൂഫ്സ് കിട്ടി. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിനെ നേരെ കോപ്പി എടുത്തിട്ട് ഈ ഒരു ഫോൾഡർ, നമ്മൾ ഈ ഒരു ന്യൂ പ്രൊജക്റ്റിലുള്ള ഫോൾഡറിൽ അതിൻ്റെ അകത്തേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇതുപോലൊരു ഫോട്ടോ ആണ് കിട്ടുക. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് മെറ്റീരിയൽ കൊടുക്കുക. ക്രിയേറ്റ് മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഇതുപോലൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ആവും. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മെറ്റീരിയൽ ആട്രിബ്യൂട്ട് കിട്ടും, മെറ്റീരിയലിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ ഈ ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ടാവും. ഇതൊരു വലിയൊരു ഓപ്ഷനായിട്ടാണ് കിടക്കുക. അതിനെന്ത് ചെയ്യുക, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് യൂസ് മെറ്റീരിയൽ ആട്രിബ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ കിടക്കുന്നത് അല്ലേ. ഇതിൽ യൂസ് മെറ്റീരിയൽ ആട്രിബ്യൂട്ട് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ടേക്കുക വേണമെങ്കിൽ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട് മോഡിൽ MF ടൈലിംഗ് എന്ന് പറഞ്ഞൊരു ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, MF ടൈലിംഗ് അല്ലെങ്കിൽ ടൈലിംഗ് അടിച്ചു കഴിഞ്ഞാൽ MF ടൈലിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കിട്ടും. ഇതിനെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്നൊരു ലൈൻ വലിച്ചിട്ട് ഈ UVS എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് കണക്ട് ചെയ്യുക. താഴെ റൊട്ടേഷൻ ആംഗിൾ എന്നല്ലേ, അവിടെ നിന്നൊരു സംഭവം വലിച്ചിട്ട് ഇവിടെ ടാർഗറ്റ് നോർമൽ റൊട്ടേഷൻ ആംഗിൾ എന്നുള്ള ഇവിടെ കണക്ട് ചെയ്യുക. ബാക്കി ഇതേപോലെ എല്ലാം ജസ്റ്റ് കണക്ട് ചെയ്തിട്ടേക്കുക. അതിന് റഫ്നെസ്സിന് വേണമെങ്കിൽ 1 എന്നുള്ളൊരു വാല്യൂ, അതായത് കീബോർഡിൽ 1 പ്രസ് ചെയ്ത് ഒന്ന് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വാല്യൂ കിട്ടും. അതിൽ 1 ആഡ് ചെയ്യുക. ഇവിടെ 0 എന്നുള്ളത് 1 ആക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടേക്ക് റഫ്നെസ്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ആ തിളക്കം വല്ലാണ്ടുള്ള അങ്ങ് പോയി കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ റിസൾട്ട് നിന്ന് ഒരു ഔട്ട് എടുത്ത് കൊടുക്കുക. ഈ ഒരു മോഡലിൽ നീ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നിട്ട് ഇതേ മോഡലൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ടേക്കുക. ഇനി നമ്മൾ തിരിച്ചിവിടേക്ക് വന്ന് വന്നാൽ കണ്ടന്റ് ബ്രൗസറിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയില്ലേ. ഇനി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് മെറ്റീരിയൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു മെറ്റീരിയൽ പുതിയത് ക്രിയേറ്റ് ആവും. ഇതേ മെറ്റീരിയൽ തന്നെ ഒരു കോപ്പി ക്രിയേറ്റ് ആവും. ഓക്കെ അല്ലേ. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പിലുള്ള ഇങ്ങനെ ഒരു ടൈപ്പിലേക്കാണ് വരിക. ഇതിൽ നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു മെറ്റീരിയലിനെ ഏത് മെറ്റീരിയലാണ് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ക്രിയേറ്റ് മെറ്റീരിയൽ ഇൻസ്റ്റൻസ്. ഈ മെറ്റീരിയൽ ഇൻസ്റ്റൻസിനെ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. ഓക്കെ അല്ലേ. ഇപ്പോൾ കണ്ടോ, ഇത് ചെരിഞ്ഞല്ലേ കിടക്കുന്നത്. ഇനി നമ്മൾ ഈ റൂഫൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരണം, നേരെ ആവണമെങ്കിൽ അതിനുള്ള പകരമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഇതേപോലെ ഒരു ഓപ്ഷനാണ് കിട്ടുക അല്ലേ. ഇതിൽ MF ടൈലിംഗ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഗ്ലോബലിൽ ടൈലിംഗ് ഓഫ്സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഓഫ്സെറ്റ് X എന്നുള്ള ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ ഓഫ്സെറ്റ് Y ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അതുപോലെ നമുക്ക് ഇവിടുന്ന് ആംഗിളും തിരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ കണ്ടോ, മുകളിൽ റൊട്ടേഷൻ ആംഗിൾ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതേ മോഡൽ കിട്ടിയേ. ഇനി നമുക്ക് താഴേക്കും മേലേക്കും എന്തൊരു വൃത്തിയോട് തോന്നുന്നുണ്ടെങ്കിൽ ടൈലിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ കണ്ടോ ഇങ്ങനെ ടൈലിൻ്റെ നീളവും വീതിയൊക്കെ കുറച്ചിട്ട് നമുക്ക് പാകത്തിലുള്ളൊരു വലിപ്പത്തിലേക്ക് കൊണ്ടുവരാം കേട്ടോ. കണ്ടോ, ഒന്നെങ്കിൽ നമുക്ക് ഇതേ മോഡൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ലോങ് ഷോട്ട് എന്നൊക്കെ ആ ഒരു വൃത്തികേടൊന്നും അറിയില്ല. ഞാൻ എടുത്ത ടൈലിൻ്റെ പ്രശ്നമാണ്. നല്ല ടൈലുകൾ എടുക്കുക കേട്ടോ, നല്ല ഓടുകൾ എടുക്കുക, നല്ല വൃത്തിയുള്ള. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയിൽ കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെയല്ല ഓരോരോ ഓടുകളാണ് ചെയ്യേണ്ടതെങ്കിൽ ഇതിനെ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ ഓട് പാകുന്ന രീതിയിൽ ഒരു ക്യൂബിന് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പം ഇതായിരിക്കും അല്ലേ. പക്ഷെ ഇതിന് എന്താ പറയുക, ഒരു ഒറിജിനാലിറ്റി കിട്ടില്ല. അപ്പോൾ ഈ എന്താ പറയുക, കുറച്ചും കൂടെ നമ്മൾ എന്താ ഒരു ക്യൂബിന് ആഡ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ ഷേപ്പും സ്കെയിലൊക്കെ ഇതേ മോഡലാക്കി കൊണ്ടുവരാം കേട്ടോ. ആർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു വലിപ്പത്തിലേക്കും ഇതിലേക്ക് കൊണ്ടുവന്നില്ലേ. ഒരു ഓട് ഇവിടെ സെറ്റാക്കാൻ പോണേ. ഓടിന് എത്രയും വീതി വേണ്ട, ഓട് വെഞ്ഞിൻ്റെ ഉണ്ടാവുക. ഓടിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ അത് നമുക്ക് നേരത്തെ മോഡലിങ്ങിൻ്റെ അവിടെ കണ്ടില്ലേ,
അവിടെ പോയി മോഡലിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഓരോ ഓടുകൾ ഇങ്ങനെ ഒന്നിങ്ങനെ പുറത്തേക്ക് തള്ളിച്ചിടുക, അടുത്ത് എന്ത് ചെയ്യുക പറഞ്ഞോ കുറച്ച് ഉള്ളിലേക്ക് ഇടുക, അങ്ങനെയൊക്കെ അല്ലേ. ഇത്തിരി റൊട്ടേഷനൊക്കെ തിരിച്ചിടുക. എന്താ വെച്ചാൽ നമ്മുടെ ഓൾഡ് വീടാണ്, അപ്പോൾ അതിനനുസരിച്ച് ഓടൊന്നും കറക്റ്റായിട്ടല്ല ഉണ്ടാവുക. ഇതേ മോഡലിൽ പല ടൈപ്പിൽ ഇങ്ങനെ ഓടുകൾ അറേഞ്ച് ചെയ്ത് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് സിംഗിൾ മെറ്റീരിയൽ നമ്മൾ നേരത്തെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തല്ലോ, ഇതേപോലെ സിംഗിൾ ഓട് എടുക്കുക. ഏതെങ്കിലും സിംഗിൾ ഓടുകൾ ഉണ്ടാവും, അതെടുക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ ഓടൊക്കെ പഴയ ഓടൊക്കെ ഉണ്ട്, അതിൻ്റെ ഫോട്ടോസ് ഒരു സിംഗിൾ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു മെറ്റീരിയലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മെറ്റീരിയൽ ആയിട്ട് ആഡ് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ സിംഗിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് ഓരോന്നിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും ഓടിൻ്റെ ഷേപ്പൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല, ഇത്തിരി കുഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് വളവും തിരിവൊക്കെ ഇട്ടിട്ട് അറിയാമല്ലോ മോഡലിംഗ് ചെയ്യുന്നത്, അതേ മോഡലിംഗ് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഈ വീട് സിനിമ ഫോർഡിലാണ് ചെയ്തത്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. പിന്നെ ഈ കൗക്കോലിനൊരു മെറ്റീരിയൽ ആഡ് ചെയ്യണം അല്ലേ, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് എടുക്കുക, അല്ലേ നമ്മുടെ ക്വിക്സൽ ബ്രിഡ്ജിൽ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അത് ഒന്നൊന്നും ഗൂഗിളിൽ നിന്ന് കാണിച്ചില്ല. ഈ ക്വിക്സൽ ബ്രിഡ്ജിൽ നിന്ന് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ ആഡ് ക്വിക്സൽ കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്വിക്സൽ ബ്രിഡ്ജിൽ നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്തായിരിക്കും അല്ലേ. ലോഗിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും വുഡെന്നോ എന്തെങ്കിലും അടിച്ചു നോക്കിയാൽ വുഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് എണ്ണം ഉണ്ട്, ഇതൊക്കെ വുഡണായിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫിൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ ടൈപ്പ് മാറ്റിയിട്ട് ഇവിടെ സർഫേസ് മാത്രമാക്കാം. നമുക്ക് ഒരുപാട് സർഫേസുകൾ കിട്ടും, വുഡൻ സർഫേസുകൾ കിട്ടും. ഇതുപോലത്തെ ഏതെങ്കിലും എടുക്കുക, നമുക്ക് ഗൂഗിളിൽ നമുക്ക് കറക്റ്റ് ഇതിനേക്കാളും നല്ല കിട്ടും കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിലൊക്കെ പുതിയ സാധനങ്ങളാണ് വരുന്നത് കൂടുതലും. ഇങ്ങനെ ഇത് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്വാളിറ്റി സെലക്ട് ചെയ്യുക. മീഡിയം ക്വാളിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ 8K 4K 2K HD എന്നുള്ള 4 ഫോർമാറ്റാണ് ഈ ക്വാളിറ്റി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്വാളിറ്റി എടുക്കുക. ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് എന്തൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഈ ലാസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിൻ്റെയൊക്കെ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അവിടെ ഒരു മരത്തിൻ്റെ ഫീൽ കിട്ടി. ഇപ്പോൾ ഗൂഗിളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി മരം കിട്ടും കേട്ടോ. ഇതേപോലെ നമുക്ക് ഇതിലേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരെണ്ണം മെറ്റീരിയലൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഓരോന്നിനോരോന്ന് ആഡ് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മെറ്റീരിയൽ അടക്കാണ് ഉണ്ടാവുക, വേറെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടാവും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾമോസ്റ്റ് വീട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി വീടിന് 4 തൂണുകൾ വേണം അല്ലേ. തൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ക്വിക്സൽ ബ്രിഡ്ജിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ക്വിക്സൽ ബ്രിഡ്ജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് ഇവിടെ എവിടെയെങ്കിലും കാണും കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രീൻ്റെ ട്രങ്ക് ആണല്ലോ, ഇവിടെ നമുക്ക് ട്രങ്ക് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ മരത്തിൻ്റെ ഈ ഓപ്ഷൻസ് കിട്ടും, ട്രങ്കിൻ്റെ സംഭവങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു മരമാണ് ഞാൻ ആഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2 ടൈപ്പിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത് പഠിച്ചു. ഒന്ന് ക്വിക്സൽ ബ്രിഡ്ജിൽ നേരെ ആഡ് ചെയ്യുന്നത് പഠിച്ചു. രണ്ടാമത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നതും പഠിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു തറയ്ക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മെറ്റീരിയൽ ആഡ് ചെയ്യാമല്ലോ അല്ലേ. ഏതെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്വിക്സൽ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുക. നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചാണെങ്കിൽ അതൊന്ന് ഇങ്ങ് എടുത്താൽ മതി. സെക്കൻഡ് സ്ക്രീനിൽ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് നിന്ന് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, നിലത്തിന് പറ്റിയ ഒരു മെറ്റീരിയൽ ഏതെങ്കിലും ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ നിലമാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ചൊന്ന് ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ അപ്ലൈ ആവും. ഇല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ ഒരു ഓപ്ഷനിലേക്ക് ഇവിടെ നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ടാലും മതി കേട്ടോ. ഇതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ആ ടൈലിംഗ് ഓപ്ഷൻ ഇതിലും കാണും. ആ ടൈലിംഗ് ഓൺ ആക്കുക, എന്നിട്ട് ടൈൽസിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് മണ്ണ് പാകിയ ഒരു കോലായി. ഇനി ഇതിന് പകരം സിമെൻറ്റിൻ്റെ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമെൻറ്റ് പാകിയ ഒരു കോലായി ആയി. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ വീടിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ജനലും വാതിലൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ക്വിക്സൽ ബ്രിഡ്ജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യൂബ് ആഡ് ചെയ്തിട്ട് അതിന് ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ കേട്ടോ. ഇനി നമുക്ക് മരങ്ങൾ എങ്ങനെ ആഡ് ചെയ്യണം നോക്കണം അല്ലേ.
അപ്പോൾ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് പോകുന്നത്. ഒന്ന് വീട് ക്രിയേറ്റ് ചെയ്തു, മെറ്റീരിയൽ അപ്ലൈ ചെയ്തു, ഇനി മൂന്നാമത്തെ പാർട്ടിലേക്കാണ് പോകുന്നത് മരങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് നേരെ നമ്മുടെ എപ്പിക് ഗെയിമിൻ്റെ ഈ ലോഞ്ചറിൽ വന്നിട്ട് മാർക്കറ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം കേട്ടോ. മാർക്കറ്റ് പ്ലേസിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു മോഡൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫ്രീ എന്നുള്ള ഇവിടെ ട്രീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ട്രീ പാക്കുകൾ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു മെഗാസ്കാൻ ട്രീസ് എന്നുള്ള ഈ ഒരു ഏരിയ എടുത്തു കേട്ടോ. മെഗാസ്കാൻ ട്രീസ് യൂറോപ്യൻ എന്നുള്ള ഇത് ഡൗൺലോഡ് ചെയ്ത് ആഡ് ടു പ്രൊജക്റ്റ് കൊടുത്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടന്റിൽ വന്നു കഴിഞ്ഞാൽ മെഗാസ്കാൻ യൂറോപ്യൻ അല്ല മെഗാസ്കാൻ ട്രീസ് എന്തോ ഒരു ട്രീ എന്ന് പറഞ്ഞാണ്. നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യാം കേട്ടോ. അവിടെ ഫിൽട്ടർ അടിച്ചിട്ട് സ്റ്റാറ്റിക് മെഷ് എന്നുണ്ടോ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ വരും. സ്റ്റാറ്റിക് മെഷ് ഓൺ ആക്കിയില്ല. ഇന്ന് നമുക്ക് ഓരോ ഫോൾഡറിനെ തുറന്നു നോക്കിയാൽ നമ്മൾ ഒരുപാടെണ്ണം ആഡ് ചെയ്തിരുന്നെങ്കിൽ പേര് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഷിനെ മാത്രം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കണ്ട ഈ ഒരു മോഡലാണ് നമ്മുടെ ട്രീ അല്ലേ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏതാ ട്രീ വേണ്ട വെച്ചാൽ ഡ്രാഗ് ചെയ്യുക. നമുക്ക് വേണ്ട ഏരിയയിലേക്ക് ഫ്രണ്ട് തന്നെ അല്ലെ ബാക്കിൽ ഒരു മരം എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക. ഇനി അതിനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുക. ഇനി അതല്ല പുതിയൊരു മരമാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക, പുതിയൊരു മരം ഇവിടേക്ക് ആഡ് ചെയ്യുക. ഒന്നെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാടെണ്ണം ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ സെലക്ഷൻ മോഡിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ഫോളിയേജ് എന്നുള്ളൊരു മോഡുണ്ടോ, ഫോളിയേജ് മോഡിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട ട്രീനെ ആഡ് ചെയ്യാം. കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ട്രീസാണ് വേണ്ടെങ്കിൽ 3 സെലക്ട് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യുക. എത്ര എണ്ണം എന്നുള്ളത് നിങ്ങൾ ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 3നെയും കൂടെ കമാൻഡ് ചെയ്യുക, കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺട്രോൾ എ വിൻഡോസിൽ കമാൻഡ് എ മാക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സെലക്ട് ആവും. സെലക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ എല്ലാത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഒരു ക്യൂബിക് ഏരിയയിൽ എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്, ഒരു ക്യൂബിക് യൂണിറ്റിൽ എത്ര മരം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 100 മരം വേണോ, 1 മരം വേണോ, 2 മരം വേണോ, നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു മരം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ സ്കെയിൽ എക്സ് എന്നുള്ളത് കണ്ടോ, മിനിമം മാക്സിമം എന്നുള്ള മിനിമം എന്നുള്ളത് ഞാൻ 0.2 കൊടുക്കുകയാണ്, മാക്സിമം 1 തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് പല വലിപ്പത്തിലുള്ള മരങ്ങൾ വരും. ഇനി ഇവിടെ നമുക്ക് ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രഷ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഡെൻസിറ്റി അതുപോലെ എത്ര മരങ്ങൾ വേണം എന്നൊക്കെയുള്ള ഡെൻസിറ്റി അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇതേപോലെ ട്രീയുടെ മുകളിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലോ ഒക്കെ ആണ് ഇതുപോലെ ബ്രഷ് അപ്പിയർ ആകുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് ബ്രഷ് അപ്പിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പോവുക, സെലക്ഷൻ മോഡ് തന്നെ പോവുക. ഈ സംഭവത്തിന് ഡിലീറ്റ് ചെയ്ത ശേഷം വേറെ എന്ത് ചെയ്യുക, ഒരു ക്യൂബിനെ ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ വേൾഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒരു ക്യൂബ് ആഡ് ചെയ്തിട്ട് അതിനൊരു ലെങ്ത്തും ഇതും കൊടുക്കുക. ഇവിടെ സ്കെയിലൊന്ന് അൺലോക്ക് ചെയ്ത ശേഷം റെഡ് ബാക്കോട്ടേക്ക് ഒരു 10 കണ്ടോ, ഒരു 100, അതുപോലെ റൈറ്റിലോട്ട് പച്ച കളറിൽ ഒരു 100 ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിനൊന്ന് പ്ലേസ് ചെയ്ത് വെക്കാം, നിലത്തേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു മോഡിലേക്ക് പോവുക, ഫോളിയേജ് മോഡിൽ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ട്രീനെ പ്ലേസ് ചെയ്യാൻ പറ്റും കണ്ടോ. ഒരു ക്ലിക്കിൽ ഒരുപാട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ നിറയെ ട്രീ കിട്ടും കേട്ടോ. കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് വരും. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതുപോലെ നിറയെ ട്രീകൾ പല വലിപ്പത്തിൽ കണ്ടോ ഇതുപോലെ ആഡ് ചെയ്യുക. ഇനി ഇങ്ങനെയല്ല, ഓരോരോന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് വേണ്ട ഏരിയയിൽ ഓരോന്നായിട്ട് എടുത്ത് വെക്കാനും പറ്റും. പിന്നെ നമ്മുടെ ഒരു ഓൾഡ് ട്രീ ആണല്ലേ, ഓൾഡ് ട്രീ ഞാൻ മെഗാസ്കാൻ്റെ അകത്തുനിന്ന് എന്താ ചെയ്തെന്ന് അറിയാം, നേരെ ക്വിക്സൽ ബ്രിഡ്ജില്ലേ, ക്വിക്സൽ ബ്രിഡ്ജിൻ്റെ അകത്ത് പോയി, ക്വിക്സൽ ബ്രിഡ്ജിൻ്റെ അകത്ത് ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടന്റുകൾ കാണിച്ചു തരാം. ഈ ട്രീൻ്റെ നേരത്തെ ട്രങ്ക് ഞാൻ കാണിച്ചു തന്നില്ല, അതേപോലെ ഈ ചില്ലകളും ട്രങ്ക് എല്ലോടി യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു ഓൾഡ് ട്രീ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഒരു ഇതുപോലെ ഓരോന്നോരോന്ന് ആഡ് ചെയ്തിട്ട് അതിനെ യോജിപ്പിച്ച് വെച്ച് ഒരു ഓൾഡ് ട്രീ ഉണ്ടാക്കിയെടുത്താണ്. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു പുഴ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഈ പുഴ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് അറിയാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന സെലക്ഷൻ മോഡിൽ വരിക, പുഴ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഈ ലാൻഡ്സ്കേപ്പ് മോഡിൽ വരിക. എന്നിട്ട് ജസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ ആണല്ലേ പുഴ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ക്ലച്ച് എന്നുള്ള ഓപ്ഷൻ ആണ് അത് ലാൻഡ്സ്കേപ്പിൽ, അതിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഒരു പുഴയുടെ ഷേപ്പ് കിട്ടും. തല അവിടെ കൊണ്ടുപോയി കളിച്ചോട്ടോ. ഈ ലാൻഡ്സ്കേപ്പ് മോഡിൽ ക്ലച്ച് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിലൊരു
റിവർ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? നേരെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് മോഡിൽ നിന്ന് സെലക്ഷൻ മോഡിലേക്ക് തന്നെ വരിക. എന്നിട്ട് നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ സിമ്പിളായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു റിവർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സാധാരണ ഇതിൽ നമുക്കൊരു ഷേപ്പ്, ഒരു പ്ലെയിനോ ഒരു ക്യൂബോ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 10 എന്നുള്ളൊരു സൈസിൽ കൊടുക്കുക പോരല്ലേ. ഇവിടെ ഒരു 50 കൊടുക്കുക. 50 എന്നുള്ളൊരു സൈസ് കൊടുത്ത് ഇപ്പോൾ കണ്ട ഒരു പുഴയുടെ ലുക്ക് കിട്ടിയില്ലേ ഇവിടെ, കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് നമുക്ക് വാട്ടർന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്ചർ എന്നുള്ള മാതിരിയുടെ മെറ്റീരിയൽ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കുക കേട്ടോ. ഇവിടെ ഫിൽറ്ററിൽ മെറ്റീരിയൽ മാത്രം ഓൺ ആക്കിയിട്ട് ഇവിടെ കണ്ടൻറ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് കണ്ടൻറ്റിൻ്റെ അകത്തുള്ള എല്ലാ വാട്ടർ മെറ്റീരിയൽസും കിട്ടും. ഇതിൻ്റെ അകത്ത് വാട്ടർ മെറ്റീരിയൽസ് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഫ്രീയിൽ സെർച്ച് ചെയ്ത് നോക്കുക വാട്ടർ എന്നുള്ള. അപ്പോൾ വാട്ടർ സർഫേസ് ഇതിൻ്റെ അകത്തൊരു വാട്ടർ ഉണ്ട്, ഇതിൽ വാട്ടർ ഉണ്ട്. അതുപോലെ വാട്ടർ കണ്ടന്റുകളുള്ള സംഭവത്തിൻ്റെ അകത്ത് നമുക്ക് മെറ്റീരിയൽസിനെ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിൽ ഈ രീതിയിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ വേറൊരു വഴി പറഞ്ഞുതരാം. ഇവിടെ ഈ ക്യൂബിൽ പ്രസ് ചെയ്യുക, എൻ്റെ ഈ ഓൾ ക്ലാസ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വാട്ടറിന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാട്ടർ ബോഡി എന്നുള്ള വാട്ടറിന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വാട്ടർ ബോഡി റിവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിനെ ആഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ വരിക, ഇവിടെ പ്ലഗിൻസ് എന്ന് കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വാട്ടറിനൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് വാട്ടർ എന്നുള്ള ഇത് എനേബിൾ ആണോ നോക്കുക. ഓഫ് ആണെങ്കിൽ കിട്ടില്ല, ഇത് ഓൺ ചെയ്യാം. ഈ വാട്ടർ എക്സ്ട്രാസ് വേണമെങ്കിൽ ഓൺ ചെയ്തിട്ടേ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സംഭവം കിട്ടും. പിന്നെ നിങ്ങൾക്ക് സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ എടുത്ത് വെക്കാനായിട്ട് കണ്ട ഈ വരയാണ് നിങ്ങളുടെ റിവർ. ഓക്കെ അല്ലേ? ഇതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതായത് ഓട്ടോമാറ്റിക്കലി അവർ റിവർ ജനറേറ്റ് ചെയ്തിരും കണ്ടോ. ഇനി ഇത് ഓരോ പോയിന്റിൽ പിടിച്ചിട്ട് നമുക്ക് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം കണ്ടോ. ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാം. അതുപോലെ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിനെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടേക്ക് നീക്കി വെക്കണമെങ്കിൽ നീക്കി വെക്കാം. ഈ ഒരു പോയിന്റ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളയ്ക്കാൻ പറ്റും കേട്ടോ. നോക്കിയപ്പോൾ ഇങ്ങനെയല്ല സിഗ്സാഗ് ആയിട്ടൊക്കെ വരണമെങ്കിൽ ഇങ്ങനെ വളച്ച് തിരിച്ചൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുഴേനെ അറേഞ്ച് ചെയ്താൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു റിവറാണ് നമുക്കിവിടെ കിട്ടുക. ഈ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല ഒന്നുകൂടെ എളുപ്പം. കറക്റ്റായിട്ട് ഈ റിവറിന് ഫ്ലോ ഉണ്ട് കണ്ടോ, വാട്ടർ ഫ്ലോ ഉണ്ട്, ഏത് ഭാഗത്തേക്കാണ് ഒഴുകി പോകേണ്ടതെന്നുള്ള ദിശയൊക്കെ ഇതിലും കാണിക്കാൻ പറ്റും. കണ്ടാമാരൊക്കെ വെള്ളത്തിലായി, വീടൊക്കെ വെള്ളത്തിലായി അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റിവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇനി നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വരുന്നത് കുറച്ച് മലകളാണ്, ഹിൽസൊക്കെ. അത് നമുക്ക് പിക്സൽ ബ്രിഡ്ജിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചെറിയ പാറകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വലുതാക്കിയാൽ മതി. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ എപ്പിക് ഗെയിമിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാലും ഒരുപാട് റോക്സ് ഉള്ള പ്രൊജക്റ്റും അത് റോക്സ് മാത്രമായിട്ടും ഒക്കെ നമുക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനൊക്കെ കിട്ടും കേട്ടോ. അതിന് ഹിൽസിനെ വേണമെങ്കിൽ ഹിൽസ് തന്നെ സെർച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹിൽസ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിനൊക്കെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഈ മരം ഡ്രാഗ് ചെയ്ത് വെച്ച പോലെ തന്നെ ഇതുപോലെ സൈഡിൽ ഫോൾഡറിൽ വരും. എന്നിട്ട് ഇവിടെ സ്റ്റാറ്റിക് മെഷ് ഓൺ ആക്കുക, എന്നിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് അങ്ങോട്ടേക്ക് വെച്ചാൽ മാത്രം മതി, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെറിയ ചെറിയ ചെടികളൊക്കെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ഭാവനയ്ക്ക് അനുസരിച്ചാണ്. പിന്നെ ആ ഒരു പാലം ഉണ്ടാക്കിയത് ഈ വീടുണ്ടാക്കിയ പോലെ തന്നെ ചെറിയ ചെറിയ പലകകൾ പോലെ ഇതിനെ ക്യൂബിനെ മുറിച്ചിട്ടിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഈ മെറ്റീരിയലുകൾ, അതായത് ഈ ഫംഗസ് ഒക്കെ ഉള്ള ടൈപ്പിൽ ഇത് ഗൂഗിളിൽ നിന്ന് ഇതുപോലെ എന്താ പറയുക, ഫംഗസ് എന്നല്ല പറയാൻ, എന്താ പറയുക, മോസി വുഡ് എന്നൊക്കെ അടിച്ച ഇതേപോലെയുള്ള കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ പലകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ചെറിയ ചെറിയ പലകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിനെ വെച്ചിട്ട് അതിൻ്റെ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളാണ്. പിന്നെ അതേപോലെ കയറുകളൊക്കെ ആഡ് ചെയ്തിട്ട് അതിന് സ്പ്ലൈനൊക്കെ ആഡ് ചെയ്ത് ജസ്റ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കയറായി. പിന്നെ അതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നുമില്ല ഒരു പ്രൊജക്റ്റിനകത്ത്. പിന്നെ ഈ ഒരു മെത്തേഡിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നല്ല അടിപൊളി പ്രൊജക്റ്റുകൾ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മളോട് പറയാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ആശയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ഈ യൂട്യൂബിൽ തന്നെ കമൻ്റായിട്ടും ചോദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ,
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.